ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കനൽ കെട്ടിട്ടില്ലെങ്കിൽ അത് പൊള്ളുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. യെസ്, ഹിറ്റ്മാൻ രോഹിത് ശർമ്മ അങ്ങ് ആളിക്കത്തിയപ്പോൾ ടീം ഇന്ത്യ രണ്ടാം ഓഡിയയിൽ കിടിലൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരികെ വന്ന മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 4 വിക്കറ്റിന്റെ ആധിപത്യ വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ട് ഉയർത്തിയ 305 എന്ന വമ്പൻ വിജയലക്ഷ്യം ഇന്ത്യ 44-ാം ഓവറിൽ തന്നെ മറികടക്കുന്ന കാഴ്ച. ഇതോടുകൂടെ ഒരു മത്സരം ശേഷിക്കെ തന്നെ ടീം ഇന്ത്യ ഈ ഒരു ODI സീരീസും സ്വന്തമാക്കിയിരിക്കുന്നു. ഗംഭീര തുടക്കമാണ് രോഹിത് ശർമ്മയും അതുപോലെ ശുഭ്മൻ ഗില്ലും കൂടി ടീം ഇന്ത്യക്ക് നൽകിയെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇരുവരും ഒന്നാം വിക്കറ്റിൽ 136 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ചേർത്തതും 17-ാം ഓവറിലാണ് ഇംഗ്ലണ്ടിനെ കൂട്ടുകെട്ട് പൊളിക്കാൻ സാധിക്കുന്നത്. 52 പന്തുകളിൽ 60 റൺസ് ശുഭ്മൻ ഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വിരാട് കോഹ്ലി 5 റൺസ് എടുത്ത് നിരാശപ്പെടുത്തിയെങ്കിൽ കൂടി പിന്നാലെ വന്ന ശ്രേയസ് അയ്യറിനോടൊപ്പം രോഹിത് ശർമ്മ മികച്ചൊരു കൂട്ടുകെട്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യെസ്, രോഹിത് ശർമ്മ 77 പന്തുകളിൽ തന്റെ ആ ഒരു വെടിക്കെട്ട് സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ തന്റെ 32ാമത് ODI സെഞ്ചുറി കൂടിയാണ് രോഹിത് ശർമ്മ ഇന്ന് കുറിച്ചിട്ടുള്ളത്. 7 സിക്സറുകളും 12 ഫോറുകളുമാണ് ഹിറ്റ്മാന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുള്ളത്. 119 റൺസ് എടുത്തുകൊണ്ടാണ് രോഹിത് ശർമ്മ മടങ്ങുന്നതും. 44 റൺസാണ് ശ്രേയസ് അയ്യറിന്റെ സംഭാവന. തീർച്ചയായിട്ടും ഈ ഒരു ഫോർമാറ്റിൽ 4ാം നമ്പറിൽ എന്തുകൊണ്ടും ടീം ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു താരമായി കൊണ്ട് തന്നെ ശ്രേയസ് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്സർ പട്ടേൽ അദ്ദേഹം എല്ലാ ഫോർമാറ്റിലും അങ്ങ് പൊളിച്ചെടുക്കുകയാണെന്നേ. 41 റൺസ് എടുത്തുകൊണ്ട് ഇന്നും ടീം ഇന്ത്യയുടെ വിജയം എളുപ്പമാക്കുന്നതിൽ അക്സർ പട്ടേൽ നിർണായക റോൾ തന്നെ വഹിച്ചിട്ടുണ്ട്. ഏതായാലും ഇംഗ്ലണ്ടുമായിട്ടുള്ള 3 മത്സരങ്ങളുടെ ODI സീരീസിൽ ആദ്യ 2 മത്സരവും വിജയിച്ചുകൊണ്ട് ടീം ഇന്ത്യ ഇപ്പോൾ തന്നെ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിക്കൊണ്ട് ക്യാപ്റ്റൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഇനി സ്റ്റൈലായിക്കൊണ്ട് തന്നെ തന്റെ കംബാക്കും നടത്തിയിരിക്കുന്നു. ആരാധകർ ഏറെ സന്തോഷത്തിലാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.